ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടാ ഇല്ലടി നിന്റെ മോൻ എന്ത് കടന്നിട്ടേ ഞാൻ നേരത്തെ കയറി വന്നുണ്ട്. വസു ദേ തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. മുട്ടുവേനയ്ക്ക് ആവ് പിടിച്ചില്ല. ഇല്ലെന്ന്. എന്റെ ബൈക്കിന്റെ കാര്യത്തിൽ തീരുമാനമായോ? ഇങ്ങോട്ട് വന്നേനി എന്നിട്ട് ഇങ്ങോട്ട് നിന്നേനി. ഇല്ല, ആകുമ്പം പറയാം. ഇവിടെ മുട്ടുമാറ്റ ശസ്ത്രക്രിയക്ക് കാശില്ലാണ്ടിരിക്കുമ്പോഴാ അവന്റെ ഒരു ബൈക്ക്. ഇല്ല, നിനക്ക് ബൈക്ക് ഇല്ല. അങ്ങനെ പറയരുത്. എടാ, കള്ളം വാസുവിന്റെയും കുടിയൻ പത്രോസിന്റെയും മക്കളല്ലടാ നിന്റെ കൂട്ട്. കള്ളന്റെ മകനാണെങ്കിലും കുടിയന്റെ മകനാണെങ്കിലും അവരുടെ പൈസ ഉണ്ട്, അവർക്ക് ബൈക്കുണ്ട്. ടാറ്റ അംബാനിയെയും അല്ല പടച്ചു, ഈ പാവപ്പെട്ട ഞമ്മളെയും അല്ല പടച്ചു. ആ പൈസക്കാരൻ നിക്കറിട്ടാൽ അത് ബർമൂടയാകും, ഈ പാവപ്പെട്ടവൻ നിക്കറിട്ടാൽ അത് വള്ളി ട്രൗസർ. എന്റെ ബൈക്കിന് നേരത്തെ എന്താ തീരുമാനം? ആദ്യം നിനക്ക് അപ്പനാരാ അമ്മയാരാ എന്നുള്ള തിരിച്ചറിവുണ്ടാവണം. മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. അതൊന്നും സൂത്രത്തിൽ ഉണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ, അതാ കഴിവ്. പിന്നെ എൻ്റെ പൊന്നു മക്കൾക്ക് ഒരു വരുമാനം ഉണ്ടാകട്ടെ, അപ്പം നമുക്ക് ആലോചിക്കാം ബൈക്കിന്റെ കാര്യം. മന്ത്രം കൊണ്ട് നേടാനാവാത്തത് തന്ത്രം കൊണ്ട് നേടണം, അതും പറ്റിയില്ലെങ്കിൽ കുതന്ത്രം. മീനാക്ഷി എന്ത് പറഞ്ഞാലും അത് വാങ്ങിക്കൊടുക്കും. ഞാൻ പറഞ്ഞ എനിക്ക് വാങ്ങി തരത്തുമില്ല. നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? അതിന് നീ രണ്ടാം കൂടിയാണോ? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? എന്തായാലും ഞങ്ങൾക്ക് രണ്ടുപേരും ഒരുപോലെയാ. അച്ചായുടെ മുട്ടിന്റെ ഓപ്പറേഷന് പൈസ ഇല്ലായിരിക്കുമ്പോഴോ ഒരു ബൈക്ക്. നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? എന്ത് പറഞ്ഞാലും മുട്ടുവേദന, ഓപ്പറേഷൻ, അത് കഴിഞ്ഞ് ഒരു കാര്യം നടക്കാൻ പോകില്ല. അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരുത്തനല്ലേ നീ. ആദ്യം നീ ഒരു ജോലി കണ്ടുപിടിക്കും, എന്നിട്ട് മതി. നിങ്ങൾ 3 പേരും കൂടെ പറയണത് എനിക്ക് ബൈക്ക് വാങ്ങിക്കുന്നതിന് ഞാൻ തോന്നിച്ചാവും. നീ ആവശ്യമില്ലാത്ത ബുദ്ധിയൊന്നും കാണിക്കരുതേ, ചത്താ പിന്നെ ഒന്നും കിട്ടത്തില്ല. ആണോ? ആ, ഇത് അച്ഛന്റെ ഓപ്പറേഷൻ വെച്ച പണമാണ്. അമ്മ അണ്ണനെ കളയുന്നേ. എന്താ തെറ്റായി പോയോ? ഒരമ്മയ്ക്കും മകൻ തനിയെ പിറക്കുന്നില്ല, അതിൽ ഭർത്താവിനുള്ള ഗീതവുമായ പങ്ക് നീ വിസ്മരിക്കരുത്. ഉപദേശം കൊള്ളാം വർമ്മ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഹലോ. ആ അപ്പു, നിന്റെ മകന്റെ കൂട്ടുകാരെ എക്സസൈസ് നോക്കിടാ, ഞാൻ വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ട്. പോയേ പോയേ കയ്യിന്ന് പോയേ, പിന്നെയും പോയേ. നിന്റെ കൂട്ടുകാര് ലഹരി മരുന്നുമായി പിടിയിൽ. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. നിന്റെ പെങ്ങളും കൂട്ടുകാരും പോകുമ്പോ നിന്റെ കൂട്ടുകാർ എന്തെല്ലാം അനാവശ്യം പറഞ്ഞ നിനക്കറിയാവോ? അണ്ണനെ ഓർത്തിട്ടാ അവന്മാരുടെ കർണത്തിന് ഓരോന്ന് കൊടുക്കേണ്ട നേരം കഴിഞ്ഞു. നിനക്ക് കാശൊക്കെ കിട്ടിയല്ലോ അല്ലേ? കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ, സന്തോഷായി. പോയി വണ്ടി വാങ്ങി. ഇതിവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ. വൈകിട്ട് കാണാം. കാണാം. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.